എം സന്തോഷ് കൂടി ചേരുകയാണ്. സന്തോഷ്, ഇപ്പോൾ ഏറെക്കുറെ വ്യക്തത വന്നിരിക്കുന്നു. അതായത് ആ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് തീരുമാനം വന്നിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റിയിൽ ആരൊക്കെ എന്ന് സംബന്ധിച്ച തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. ഇനി ഔദ്യോഗികമായി തന്നെ അറിയിക്കേണ്ടതുണ്ട്. അത് 1:30 കൂടി തന്നെ നമുക്ക് പേരുവിവരങ്ങൾ പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 75 വയസ്സ് പ്രായപരിധി എന്നുള്ളത് അങ്ങനെ തന്നെ തുടരാൻ തീരുമാനിച്ചു. പക്ഷേ 3 പേർക്ക് ഇളവ് നൽകുന്നു. അതിലൊന്ന് പിണറായി വിജയനാണ്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതോടൊപ്പം തന്നെ കശ്മീരിൽ നിന്നുള്ള യൂസഫ് തരിഗാമി, പി കെ ശ്രീമതി ടീച്ചർ 3 പേർക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർ നിരീക്ഷകരായി തുടരുമെന്നുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വന്നിരിക്കുന്നത്. 75 വയസ്സെന്നുള്ള പ്രായപരിധി അങ്ങനെ തന്നെ തുടരും. സന്തോഷ്, അല്ലേ? 75 പ്രായപരിധി കർശനമായി തുടരാൻ തന്നെയാണ് ഇപ്പൊ CPIM പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ 84 അംഗ കേന്ദ്ര കമ്മിറ്റിയെയാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ഒഴിവും കൂടി കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു സീറ്റ് അംഗത്തിന്റെ പേര് ഒഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ 85 ടോട്ടലായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ 3 പേർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ പി കെ ശ്രീമതി ടീച്ചർ. സന്തോഷ്, 3 പേർക്ക് ഇളവ് നൽകിയതിൽ ഒന്ന് പിണറായി വിജയൻ, ഒന്ന് യൂസഫ് തരിഗാമി, പി കെ ശ്രീമതി, അങ്ങനെ 3 പേർക്കല്ലേ ഇളവ് നൽകിയിരിക്കുന്നത്? പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ പി കെ ശ്രീമതി ടീച്ചർ, ജമ്മു കാശ്മീരിൽ നിന്നുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നിവർക്കാണ് ഇപ്പോൾ ഈ പ്രായത്തിന്റെ കാര്യത്തിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ശ്രീമതി ടീച്ചർ എന്ന് പറയുന്നത് പി കെ ശ്രീമതി ടീച്ചർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് കൂടിയാണ്. വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട സമയം കൂടിയാണ് മഹിളയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഇളവ് നൽകിയിരിക്കുന്നത്. അതേസമയം മറ്റു തരത്തിൽ മറ്റുള്ളവർക്കെല്ലാം തന്നെ കർശനമായി പ്രായ പരിധി നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സമ്മേളനം പാർട്ടി കോൺഗ്രസ് പുതിയ കമ്മിറ്റികളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഇപ്പോൾ പ്രായപരിധിയുടെ പേരിൽ ഒഴിവായിട്ടുള്ള മണിക് സർക്കാർ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി എന്നിവരെ ക്ഷണിതാക്കളാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള ക്ഷണിതാക്കളായ എസ് രാമചന്ദ്രൻ പിള്ളയും വിമൻ ബസുവും ഹനൻ മുള്ളയും ഈ ക്ഷണിതാക്കളായി തുടരുകയും ചെയ്യും. അങ്ങനെ പ്രത്യേക ക്ഷണിതാക്കൾ എന്നുള്ള രീതിയിൽ 7 പേരാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് TP രാമകൃഷ്ണനും, അതോടൊപ്പം തന്നെ സെൽഫി സലീഖയും, ഒപ്പം തന്നെ പുത്തലത്ത് ദിനേശൻ, 3 പേരെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും അതിന്റെ സമ്മേളനം പാർട്ടി കോൺഗ്രസ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകൾ പൂർത്തീകരിക്കുകയാണ്. പുതിയ കമ്മിറ്റിയെയും അതോടൊപ്പം തന്നെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുക്കുക എന്നുള്ള അജണ്ടയിലേക്കാണ് കടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ളത് കൂടാതെ പുതിയ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതിൽ ഒന്ന് പ്രധാനമായിട്ടും ബംഗാളിൽ നിന്നുള്ള മീനാക്ഷി മുഖർജിയാണ്. നമുക്കറിയാം, ബംഗാളിലെ യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വലിയ സമരങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നയാളാണ് മീനാക്ഷി മുഖർജിയെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പുതിയ പോരാട്ടങ്ങൾ നയിക്കുന്നതിന് പ്രാപ്തിയുള്ള ഏറ്റവും എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള ആളുകൾക്ക് പരിഗണന നൽകിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അവരെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കേന്ദ്ര കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്.